സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇപ്പം മാറ്റി പോണത് എൻ്റെ അമ്മേൻ്റെ പാപ്പൻ്റെ വീട്ടിലേക്കാണ്. അമ്മ ഓൾറെഡി രാവിലെ പോയിട്ടുണ്ട്. എന്നെ വെയിറ്റ് ചെയ്ത് ലേറ്റ് ആവുമെന്നും പറഞ്ഞിട്ട് അമ്മ ആദ്യം അച്ഛൻ്റെ കൂടെ പോയി അച്ഛാക്കി കൊടുക്കുകയാണ്. ഞാൻ നമ്മുടെ വണ്ടി എടുത്തിട്ട് പോവാട്ടോ ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പുറത്ത് പോകുമ്പോൾ വണ്ടി ചെറിയൊരു പണി തന്നിട്ടുണ്ടായിരുന്നു. വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. ഇപ്പം ഒക്കെ വലിയൊരു പ്രശ്നമൊന്നുമില്ല, പണക്കൊക്കെ മാറിയിട്ടുണ്ട്, സ്റ്റാർട്ടാവുന്നുണ്ട്. എന്നാലും ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഓടിച്ചു കഴിഞ്ഞാൽ വലിയ സീനൊന്നുമില്ല. അപ്പോൾ ഞാൻ വണ്ടി എടുത്തിട്ടാണ് പോണത്. അപ്പോൾ ഞാൻ ഇന്ന് അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ഞാൻ മാമൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്ക് എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി, കുറച്ചധികം ലേറ്റായി പോയിട്ടുണ്ട്. ആ സാരി ഇട്ടിരിക്കുന്നതാണ് മാമി. പിന്നെ ആ ചെറിയ ബേബിയാണ് അവിടുത്തെ വലിയേട്ടാട്ടൻ്റെ മോള്. പിന്നെ ആ വരുന്നതാണ് വലിയ മാമൻ. ഇപ്പോൾ ക്ലാസ് കൊണ്ടുപോയില്ലേ, അത് വലിയേട്ടാട്ടൻ്റെ വൈഫാട്ടോ. ബാക്കിയുള്ളവരെ ഞാൻ പിന്നെ പരിചയപ്പെടുത്തി തരേണ്ടി വരില്ലല്ലോ അല്ലേ, അമ്മയും അമ്മേൻ്റെ ഏച്ചിമാരും. ഇപ്പോൾ ഇതാ രണ്ടാൾക്കാരും കളിക്കാൻ ആളെ കിട്ടിയതിനെ കൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. ഫുൾ കളി ഒക്കെ അടിപൊളിയായിട്ടാണ് പോണത്. പക്ഷെ അതൊക്കെ വെറും ആരംഭശ്രം മാത്രമായിരുന്നു ഗൈസ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടാൾ നല്ല കച്ചറയായിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഈ കാണുന്നതാണ് ഫുഡ് കൊടുക്കൽ ചടങ്ങ്. ഏച്ചിക്കും മുത്തമ്മയ്ക്കും വയ്യാലെ പോയതുകൊണ്ട് വലിയ കാര്യമില്ലാന്ന് അറിയുന്നതിനെ കൊണ്ട് ഒരാദ്യം ഒരു സ്ഥലത്ത് അങ്ങ് ഇരുന്ന് ലാസ്റ്റ് ഇതാ കുഞ്ഞാൻ്റെ വീഡിയോ എടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് രണ്ടാളൊന്ന് അടങ്ങിയത്. എന്നെ കുഞ്ഞാൻ്റെ നട്ട് വിളിക്കല് ഹി. അങ്ങനെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒന്ന് കിടക്കാമെന്ന് വെച്ച് മുകളിലേക്ക് വേണ്ടി പോയതായിരുന്നു. അപ്പോൾ ഇതാ ഈ രണ്ടെണ്ണത്തിന് ഉറക്കേയില്ല. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവരെ കൂടെ കളിച്ച് തുമ്പിനെ വടി വെച്ചില്ല. തുമ്പിനെ വടി വെക്കട്ടെ. ടിഷു. ഓ മൈ ഗോഡ് ഗൈസ്, നമ്മുടെ കുട്ടികൾ ടിഷു വീടേ. കളിയൊക്കെ കഴിഞ്ഞ് താഴേക്ക് പോയപ്പോഴത്തേക്ക് ഇതാ പിയമ്മോള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ ചേട്ടൻ്റെ മൂത്ത മോളാണ് അത്. അപ്പോൾ ഇതാ വലിയ മാമൻ പുറത്ത് പോയി വന്നപ്പോൾ കുറച്ച് ഐസ്ക്രീമോ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചേ. ഇതെന്താ കഴിക്കുന്നേ? എനിക്കും ഉണ്ട്. ഐസ്ക്രീമൊക്കെ കഴിച്ച് അടുക്കളയിലേക്ക് പോയി നോക്കുമ്പോൾ അതാ എല്ലാവരും മീനും പൂളിയും കൂടെ നന്നാക്കുന്നുണ്ട് കേട്ടോ. വൈകുന്നേരം ചായക്ക് പൂളപ്പുഴുക്ക് ഉണ്ടാക്കാനാണ് ഗൈസ്. അത് നന്നാക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അതാ ഇവർ മൂത്തമ്മയും മാമിയും കൂടെ ചേർന്ന് ഇങ്ങനെ പണ്ടത്തെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായി കേൾക്കാൻ. പണ്ടത്തെ ഓരോ കഥകളൊക്കെ കേട്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അവരെ കഥകളൊക്കെ ഇങ്ങനെ കേട്ടിരിക്കുമ്പോഴാണ് ഡുഡുവായിട്ട് അവിടെ നിന്ന് വണ്ടി കിഴക്കുന്നുണ്ടായിരുന്നു. അപ്പം നൈസായിട്ട് ഞാൻ എൻ്റെ വണ്ടിയും കൂടെ അങ്ങ് കൊടുത്തേ. അങ്ങനെ പിന്നെ ഞാനും പിയമ്മോളും കൂടെ ഒന്ന് പീടിയ വരെ പോയിട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അങ്ങനെ പീടിയ പോയി വന്നപ്പോഴത്തേക്ക് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് മിഠായിൻ്റെ പേരിൽ ഒരു ചെറിയ കച്ചറ ഉണ്ടായപ്പം തനുവിനും കൂട്ടി ഒന്നുകൂടെ പീടിയ പോയി വരേണ്ടി വരുന്നത്. അപ്പോൾ ഞങ്ങൾ പീടിയയിൽ പോയി വന്നപ്പോഴത്തേക്ക് ഇതവിടെ പൂളപ്പുഴുക്കൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അത് ചേർന്ന് കഴിച്ച് അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഏട്ടന്മാർ വന്നപ്പോൾ കുറച്ച് ഐസ്ക്രീം കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും പിയൂസും തുമ്പിയും കൂടെ അതിരുന്ന് കഴിച്ച്. അപ്പോഴത്തേക്ക് തനുമോൾ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് കഴിക്കാൻ പറ്റിയില്ല. പക്ഷെ അവൾക്കുള്ളത് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ പെട്ടെന്ന് വന്നത്. അച്ഛൻ വരുന്നത് എനിക്ക് അമ്മയ്ക്ക് അറിയേയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് അച്ഛനെ കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇതാ എല്ലാവരും കൂടെ ചേർന്ന് തുമ്പീൻ്റെ കുറേ ബഡായി കഥകളൊക്കെ കേൾക്കുകയായിരുന്നു കേട്ടോ. അവളെ കഥ കേട്ട് ചിരിച്ചൊരു പരിവായിണ്ട് എല്ലാവരും. പിയൂസിന് നാളെ എക്സാം ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ അവൾ പഠിക്കായിരുന്നു കേട്ടോ. അങ്ങനെ പഠിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളിതാ ഫുഡ് കഴിച്ച് ഉറങ്ങാൻ വേണ്ടി പോവുക കേട്ടോ. അങ്ങനെ ഉറങ്ങാൻ വേണ്ടി പോകുമ്പോൾ അതാ ഒരാൾക്ക് ഉറക്കില്ല, ആർക്ക്? തുമ്പിക്ക്. അങ്ങനെ പിയൂസ് കുറച്ച് നേരം തുമ്പീൻ്റെ കൂടെ കളിച്ച്
എന്താണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ പോയേ. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. തുമ്പി അറിയില്ല. അങ്ങനെ രാവിലെ ചായ കഴിച്ചേരെ എല്ലാവരും പോവാനുള്ള തിരക്കിലായി. ഇതാ തുമ്പി പോവാണ്. ടാറ്റാ. സ്കൂളിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്, ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റ.